ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനം. ദൈവപരിപാലനയിൽ ആശ്രയം. ദൈവപരിപാലനയിൽ ആശ്രയം. എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുല ചിത്തരാകുകയും വേണ്ട. ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. ഇന്നത്തെ ഈ തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ പരിശുദ്ധ സുവിശേഷത്തിൻ്റെ വാക്യങ്ങളാണ് നാം ശ്രവിച്ചത്. നിങ്ങൾ എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്നോ നിങ്ങളൊന്നും ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട എന്നാണ് ഈശോ പറയുന്നത്. അതെല്ലാം നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന സ്വർഗസ്ഥനായ പിതാവ് ഉണ്ട്. പിതാവ് നിങ്ങൾക്കെല്ലാം കരുതി വച്ചിട്ടുണ്ട്. തക്ക സമയത്ത് നിങ്ങൾക്കെല്ലാം തരുമെന്നാണ് ഈശോ വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. നാം എല്ലാവരും എന്ത് കഴിക്കുമെന്നും എന്ത് ചെയ്യുമെന്നുമെല്ലാം എല്ലാ ദിവസത്തെപ്പറ്റി നമ്മളെല്ലാം ആകുലപ്പെടുന്നവരാണ്. എന്നാൽ പിതാവ് പറയുന്നു, നിങ്ങൾ ആകുലപ്പെടേണ്ട, വിഷമിക്കേണ്ട. ഈശോ പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ട. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന പിതാവായ ദൈവമുണ്ട്. നിങ്ങൾക്ക് തക്ക സമയത്ത് തരുമെന്ന്. ഈശോ പിന്നെ പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് നിങ്ങൾ ദാനം ചെയ്യുവിൻ. നിങ്ങളുടെ നിക്ഷേപങ്ങൾ പഴകിപ്പോകാത്ത പണസഞ്ചിയിൽ നിക്ഷേപിക്കുവിൻ. സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വലുതായിരിക്കണം. നമ്മുടെ നിക്ഷേപം അത് കള്ളന്മാരോ ചിതലുകളോ ഒന്നും അരിച്ചു പോകുകയില്ല. ആ നിക്ഷേപമെല്ലാം സൂക്ഷിച്ച് സ്വരൂപിച്ച് ഒരു കേടുപാടും കൂടാതെ പിതാവായ ദൈവത്തിൻ്റെ അടുത്തുണ്ടാകും. അവിടെ കള്ളന്മാരോ കവർച്ചക്കാരോ ആരുമില്ല. നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്താൽ അത് വലിയൊരു നിക്ഷേപമാണ്. ഈശോ ഈ സുവിശേഷവാക്യം നമ്മളെ ഈ നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ വളരെയേറെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ്. നാളെക്കുറിച്ച് നിങ്ങൾ എന്തു കുടിക്കുമെന്നും എന്തു ഭക്ഷിക്കുമെന്നും ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട. എല്ലാം തക്ക സമയത്ത് പിതാവായ ദൈവം നിങ്ങൾക്ക് തരും എന്ന് ഉറപ്പ് വിശുദ്ധ സുവിശേഷത്തിൽ നാം വായിച്ചു.